ഈ പ്രതിഷേധം ഈ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന ജന്തർ മന്ദിറിലാണ്. അവിടെ ഇതിനകം തന്നെ ആളുകൾ എത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം. വിനിത വിജി തത്സമയം ചേരുന്നു. വിനിത, ജന്തർ മന്ദിറിലെ എന്താണ് ഇപ്പോൾ വിവരം? യഥാർത്ഥത്തിൽ ഈ ജന്തർ മന്ദിറിൽ പ്രതിഷേധങ്ങൾ നടത്താൻ 7 ദിവസത്തിന് മുമ്പേ അനുമതി വാങ്ങണം എന്ന സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കെ ഈ പാർട്ടികൾ അനുമതി വാങ്ങിച്ചു കഴിഞ്ഞോ? SK, ഞാനിപ്പോൾ നിൽക്കുന്നത് ജന്തർ മന്ദിറിന് സമീപമുള്ള പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ അടുത്താണ്. എനിക്ക് ഒപ്പം ഇവിടെ ഒരു 5 പാർട്ടികളുണ്ട്. ഇവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ടീഷർട്ടുകളിൽ CJP ഒപ്പം തന്നെ ആ ഒരു പാർട്ടിയുടെ ചിഹ്നമുണ്ട്. ബാക്കിലേക്ക് നോക്കുമ്പോൾ യൂത്ത് കി പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ, അത്തരത്തിലേക്കുള്ള സ്ലോഗനുകളൊക്കെ അവരുടെ ടീഷർട്ടിൽ പതിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ എത്തിയിരിക്കുകയാണ്. मैं दिल्ली से हूँ मैम। हाँ मैम, हम लोग अपने इंडिविजुअल आए हैं, ऐसा कुछ नहीं है कि हम कोई ग्रुप लेके आए हैं किसी संगठन की तरफ से। सब लोग यहाँ पे इंडिविजुअल आए हुए हैं, सब लोग अपनी तरफ से ही प्रोटेस्ट कर रहे हैं। ऐसा कुछ नहीं है कि इनकी कोई मेन लीडरशिप है या कुछ है। हाँ, कुछ लोग लीड कर रहे हैं, मगर किसी संगठन की तरफ से, किसी ग्रुप की तरफ से या किसी। हमारी मेन मांग तो अभी यही है कि धर्मेंद्र प्रधान जो है वो अपना क्या कहते हैं इस्तीफा दें, रेजिग्नेशन दें। हाँ, मेरा ओम नागर, गाजियाबाद से। आपका नाम क्या है? प्रदीप कुमार। भाई के साथ ही हम भी जी, पूरा एक ही टीम। भैया आप किधर से? मैं महाराष्ट्र से आया हूँ। महाराष्ट्र से। और क्यों व्हाइट कलर यूज किया? महाराष्ट्र आज का महाराष्ट्र को आदमी को व्हाइट है। हाइट है। नाम क्या है आपको? निखिल भारद्वाज। किधर से आए? मैं यूपी में आए। बिजनौर। आपको? गुरु मेरठ से। SK, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളാണ്. അവരുടെ ടീഷർട്ടുകളിലൊക്കെ CJP എന്ന് എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ആ സ്ലോഗൻ, ആ മുദ്രാവാക്യം ഒക്കെ എഴുതി ഇങ്ങനെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയിരിക്കുന്ന ആളുകളാണ്. ഞാനുള്ളത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് സമീപമാണ്. ഇവിടെയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ആളുകൾ വലിയ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം ഈ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ആപ്ലിക്കേഷൻ നൽകി ഈ പ്രതിഷേധത്തിനായിട്ടുള്ള അനുവാദം വാങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ തന്നെ ഈ CJP ഈ പ്രതിഷേധിക്കാൻ എത്തുന്നവർക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. പ്രകോപനപരമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകരുത്, പോലീസുകാർക്ക് നമ്മൾ പൂക്കൾ നൽകണം എന്നാണ് CJP അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കൂട്ടമായി എത്തണം, നിങ്ങൾ ഒറ്റയ്ക്ക് എത്തരുത്, ഒരു ഗ്രൂപ്പായിട്ട് വേണം നിങ്ങൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തേണ്ടതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദേശീയ പതാക കയ്യിൽ കരുതുക. ഒപ്പം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കനത്ത ചൂടാണ്, അതുകൊണ്ട് തന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം, നിങ്ങൾ വെള്ളം കുടിക്കണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാക്കരുത് ഉൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ആ മേഖലകളിൽ ഒരുക്കിയിരിക്കുകയാണ്. കൂടുതൽ പോലീസുകാരെ അടക്കം ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം വിമാനത്താവളത്തിൽ നിന്ന് അഭിജിത് ദീപ്ക്ക് അവിടെ എത്തിയാൽ നേരെ ഞാൻ നിൽക്കുന്നത് ഡൽഹിയിൽ നിന്നും ജന്തർ മന്ദിറിൽ നിന്നും നമുക്കിപ്പം ജന്തർ മന്ദിറിലാണ് ഈ പാർട്ടികൾ പ്രതിഷേധിക്കാൻ പോകുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ് അവരുടെ പ്രശ്നം. നമുക്ക് അറിയുന്നത് പോലെ നീറ്റ് പരീക്ഷയിലും CBSE പരീക്ഷയിലും ഉണ്ടായ ക്രമക്കേടും അഴിമതിയും ഒക്കെ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെക്കണം എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.